വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മാച്ചുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എന്താ പറയുക. അപ്പോൾ മാച്ച് നടന്നത് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ്. അപ്പം ഹോപ്സിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വിക്ടറി, ആഴ്സണൽ മാച്ച് ഡോമിനേറ്റ് ചെയ്ത് ജയിക്കുന്നതാണ്. കാരണം അപ്പുറത്ത് യുണൈറ്റഡിൻ്റെ പുതിയൊരു മാനേജറാണ്. അവരുടെ ടീം പ്രോപ്പറായി സെറ്റായിട്ടില്ല എന്ന് നമുക്കറിയാം. പ്ലേയേഴ്സിൻ്റെ പൊസിഷൻ പോലും ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ പ്രോപ്പറായി ഫിക്സ് ആയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിവർപൂളിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ ഹോമിലെ വിജയങ്ങൾ വളരെ അനിവാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു പ്രീ മാച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം. യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ല. ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ മാർട്ടിനലി ഡൗൺ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സാക്കനെ കൂടെ പൂട്ടിയിട്ട് ആഴ്സണലിൻ്റെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് സൈഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുമാത്രമായിരുന്നു യുണൈറ്റഡിനുള്ള ഏക ഒരു ഹോപ്പായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിവേ അത് അവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഭംഗിയായിട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഗോൾസ് വരണമായിരുന്നു, ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ലുക്സ് ഗുഡ്. ഓൺ പൊസിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പ്രസ്സിങ് വൈസ് ആണെങ്കിലും യുണൈറ്റഡ് നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് പൊസിഷൻ കീപ്പ് ചെയ്ത് ഡിഫൻസീവ് ഷേപ്പ് ലൂസ് ചെയ്യാതെ അവർ കളിക്കുന്നുണ്ട്. മിഡിലൊക്കെ അവർ കൃത്യമായിട്ട് ആഴ്സണലിനെ ബ്ലോക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പം ഒരു എവേ ഗെയിം എന്നുള്ള രീതിക്ക് തന്നെയാണ് പക്ക യുണൈറ്റഡ് അതിനെ അപ്രോച്ച് ചെയ്തത്. ഭയങ്കര സാഹസിക അപ്രോച്ചൊന്നും അവർ നടത്താൻ വേണ്ടി നിന്നിട്ടില്ല. എമിറേറ്റ്സ് പോയിട്ട് ഒരു ഡ്രോയോടെ മടങ്ങി വരിക, കൂടുതൽ റിസ്ക് എടുക്കാതെ, അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അമോറിമിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താ പറയുക, അവർ ബോൾ പ്ലേയിൽ ഗ്രൗണ്ടിലൂടെ ഉരുളുന്ന സമയത്ത് അവരെല്ലാ പണിയും എടുത്തു എന്ന് തന്നെ പറയാം. അതായത് അവരുടെ പ്രസ്സിങ് സൂപ്പറായിരുന്നു, അവർ ബോൾ കീപ്പ് ചെയ്യുന്നത് സൂപ്പറായിരുന്നു. പക്ഷെ അവർക്കെല്ലാം പാളിപ്പോയത് സെറ്റ് പീസിലേക്ക് വരുന്ന സമയത്താണ്. പറയുവാണെങ്കിൽ ഈ ഒരു ടീമിൽ ഗലാഫിയോറി ഇല്ല, ഈ ഒരു ടീമിൽ ഗബ്രിയേൽ ഇല്ല. ആഴ്സണലിൽ രണ്ടുപേരും ഇഞ്ചേർഡാണ്. അത് രണ്ടും സർപ്രൈസുകളായിരുന്നു. അപ്പം അതിൻ്റെതായ പ്രശ്നം ലെഫ്റ്റ് സൈഡിലുണ്ട്. ഗബ്രിയേൽ ഇല്ലാത്തതുകൊണ്ട് ചില്ലറ പ്രശ്നങ്ങൾ ഡിഫൻസിലുണ്ട്. ആൻഡ് എന്താ പറയുക, ഈ സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യാനുള്ള മെയിൻ ആയുധം അത് ഗബ്രിയേലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതില്ലാത്ത പ്രശ്നം ആഴ്സണലിൻ്റെ സൈഡിലുണ്ട്. പക്ഷേ അവർ സ്റ്റിൽ 2 ഗോളുകൾ കോർണറിൽ നിന്ന് അടിച്ചു. അവരുടെ സെറ്റ് പീസ് കോച്ചായിട്ടുള്ള നിക്കോളാസ് ജോവറിന് മുമ്പിൽ ആഴ്സണൽ ഫാൻസ് ഒന്നുകൂടെ നമിച്ച് നിൽക്കുകയാണ്. കാരണം ഓപ്പൺ പ്ലേയിൽ ഇവന്മാരെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാലും സെറ്റ് പീസിൽ അവരാ പൂട്ട് തുറക്കുകയാണ്, ഗോളടിക്കുകയാണ്, ക്രൂഷ്യൽ മാച്ച് വിജയിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഡെക്ലൻ റൈസാണ് ആ ബോൾ സെർവ് ചെയ്യുന്നത്. സൂപ്പർ ഹെഡാണ് ജൂറിയൻ ടിംബർ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഹെഡാണ്. അത് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിയർലി ഇമ്പോസിബിളാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ആൾ തലകൊണ്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. പെർഫെക്റ്റ് ബോളായിരുന്നു. അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും പറയാനില്ല. പെർഫെക്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് സാധനം. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഗോള് അവർ നേടി. രണ്ടാമത്തെ ഗോള് വരുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് സാക്കൻ്റെ കോർണറാണ്. അത് തോമസ് പാർട്ടി എടുത്ത് ബോക്സിലേക്ക് കുത്തുന്നു. അത് സാലിബൻ്റെ പിന്നാമ്പുറത്ത് തട്ടിയിട്ടാണ് അത് ഗോളായി മാറുന്നത്. എനിവേ 2-0 ലീഡ് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. യുണൈറ്റഡിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് 2-0 അവർ തോറ്റെങ്കിൽ പോലും കുറച്ച് നല്ല രീതിക്ക് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലെയേഴ്സ് ഡിഫെൻസീവ്ലി കുറേ കൂടി കമ്മിറ്റഡ് ആയിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് പോയി എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അവരുടെ സ്പിരിറ്റ് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് ഹാഫിൽ ഓൺ പൊസഷൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, പ്രസ്സിങ് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ പ്ലേയിൽ ആഴ്സണലിനെ ഓൾ ടൈം അവർ അത്യാവശ്യം കംപ്ലീറ്റ്ലി പൂട്ടിക്കളയുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ സൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പം ഒഡേഗാർഡിനൊന്നും കാര്യമായിട്ട് സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ് കൊണ്ടുവരാൻ പറ്റാത്തത് ആഴ്സണലിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം ഒഡേഗാർഡ് പഴയ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇടയ്ക്ക് ഒഡേഗാർഡ് മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇത് പോരാ. അവർക്ക് കൂടുതൽ ഒഡേഗാർഡ് മൊമെൻറ്റ്സ് വേണം. എന്നാലാണ് കൂടുതൽ ഗോൾസ് ഓപ്പൺ പ്ലേ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വിങ്ങിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം എന്താ പറയുക, ഓപ്പണൻസിന് ഈസിയാണ് അവരെ പലപ്പോഴും ലോക്ക് ചെയ്ത് കളയാൻ. അതും ഈ ഒരു ലെഫ്റ്റ് വിങ് ഇങ്ങനെ വീക്കായി നിൽക്കുന്ന സമയത്ത്. ലെഫ്റ്റ് വിങ് നമുക്കറിയാം, അവിടെ മാർട്ടിനെല്ലി വന്നു കഴിഞ്ഞാലും അവിടെ ഇനി ട്രൊസാർഡ് വന്നു കഴിഞ്ഞാലും ഭയങ്കര വീക്കാണ്. അവിടെ ഇൻ കേസ് തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അധികന്മാർക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് ഗോൾ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. മാർട്ടിനെല്ലിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പൂറാണ്. ഇപ്പോൾ ടോട്ടലി
ഭയങ്കര ഷോക്കാണ് ലെഫ്റ്റ് സൈഡ്. പിന്നെ ഇന്നലെ സിഞ്ചങ്കോ കൂടി വന്നതോടെ പറയണ്ട. നമുക്കറിയാം സിഞ്ചങ്കോ ഡിഫെൻസീവ്ലി കുറച്ച് വീക്കാണ്. അപ്പം സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് ആഴ്സണലിൻ്റെ വല്ലാണ്ട് വീക്കായി. പിന്നെ റൈറ്റിൽ രണ്ടാളിട്ട് സാക്കനെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടമാർ പടാറാണ് പലപ്പോഴും സിറ്റുവേഷൻ. പക്ഷേ അവിടെയൊക്കെ ആഴ്സണലിലെ രക്ഷകനായിട്ട് നിക്കോളാസ് ജോവറും മൂപ്പരുടെ സെറ്റ് പീസ് തന്ത്രങ്ങളും വന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ ആഴ്സണലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ടോട്ടൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ വിജയിച്ചു, റിസൾട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ പെർഫോമൻസ് അവർക്ക് ഈ ഒരു പെർഫോമൻസ് ലെവൽ പോരാ. അവരവരുടെ പെർഫോമൻസ് ലെവൽ ഉയർത്തണം. അവർക്ക് ഇനി കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. അല്ലാതെ ഒരു രക്ഷയില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മാനേജറാണ്, സിസ്റ്റം സെറ്റായി വരുന്നേ ഉള്ളൂ. സോ അവർ ഈ തോൽവിയിൽ വല്ലാണ്ട് സാഡാവേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കിനി സംതിങ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്, അത് ബിൽഡ് ചെയ്ത് വരട്ടെ. അതിനിപ്പോൾ കുറച്ച് മാച്ചുകളൊക്കെ കഴിഞ്ഞാലാണ് ഏത് പ്ലെയർ ഏത് പൊസിഷനിലാണ് ഇനിയുള്ള ടൈം കളിക്കാൻ വേണ്ടി പോകുന്നത്, ഏത് പ്ലെയറാണ് സിസ്റ്റത്തിലില്ലാത്തത്, ഏത് പ്ലെയറാണ് റൈറ്റ് വിങ് ബാക്ക് ആരായിരിക്കും, ലെഫ്റ്റ് വിങ് ബാക്ക് ആരായിരിക്കും, വിങ്ങർ ആരായിരിക്കും, പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായിരിക്കും ഹോയ്ലൻഡിൻ്റെ റോൾ, എന്തായിരിക്കും സിർക്സിൻ്റെ റോൾ, എന്തായിരിക്കും ഉഗാർട്ടേൻ്റെ റോൾ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ വന്ന ഉടനെ ഇങ്ങനെ ഒരു ബിഗ് ടെസ്റ്റ് വരുമ്പം അവിടെ ഇമാതിരി റോളൊന്നും ഡിഫൈൻ ചെയ്ത് നിൽക്കാനൊന്നും റൂബൻ അമോറിമിന് പറ്റില്ല. ആ മാച്ചിനെ തന്നാൽ ആവുന്ന ബെസ്റ്റ് രീതിക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് റൂബൻ അമോറിമിന് ചെയ്യാൻ പറ്റുക. അത് ആൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സെറ്റ് പീസിൽ എല്ലാം പാളിപ്പോയി. ടിംബറും ഗോളടിച്ചു, സാലിപ്പ പിന്നെ നമ്പറും കൊണ്ടൊരു ഗോളടിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ മാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ആ മാച്ച് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, കുറച്ചേ കണ്ടിട്ടുള്ളൂ. എല്ലാ മാച്ചും ഒരുമിച്ച് വരുമ്പോഴൊരു പ്രശ്നമാണത്. അപ്പം ആ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂൾ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു. അതേസമയം അതിലും സൂപ്പറായിട്ട് ന്യൂകാസിൽ കളിച്ചു. ന്യൂകാസിലിന് ഒരുപാട് ചാൻസുകൾ കിട്ടി. എപ്പോൾ ന്യൂകാസിലിൻ്റെ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ 3 ഗോൾ അടിക്കണമെങ്കിൽ 7 ഗോളിനുള്ള ചാൻസ് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്നലെ ഒരു 4-5 ഗോൾ അടിക്കാനുള്ള കൂളായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു, ഓപ്പൺ ചാൻസ്, അത് അവന്മാർ മിസ് ചെയ്തു. പിന്നെ അവർ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ന്യൂകാസിലായിരുന്നു ബെറ്റർ ടീം. പക്ഷേ ആസ് യൂഷ്വൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ലിവർപൂൾ ബെറ്റർ ടീമായിട്ട് കളിച്ചു. അവർ ഗോള് സ്കോർ ചെയ്തു. പിന്നെ എന്താ പറയുക, ലിവർപൂളിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് സെല കൊണ്ടുവരുന്നൊരു ഇമ്പാക്റ്റ്, അത് അൺറിയൽ ഇമ്പാക്റ്റാണ്. അത് എന്താ പറയുക, ഏലിയൻ ഇമ്പാക്റ്റാണ്. എന്തൊരു ഇമ്പാക്റ്റാണ്. ചെങ്ങായിൻ്റെ ഷോട്ടൊക്കെ ചിലത് ബാർ തട്ടിപ്പോയത് അതെങ്ങാനും ഗോളാവുകയാണെങ്കിലേ ആലോചിക്കാൻ കൂടെ വയ്യ. അൺറിയൽ ഇമ്പാക്റ്റാണ് സെല കൊണ്ടുവരുന്നത്. പിന്നെ അവരുടെ മാക്കലിസ്റ്റർ ആണെങ്കിലും പിന്നെ കർട്ടിസ് ജോൺസ് ആണെങ്കിലും പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ശേഷം ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് ആണെങ്കിലും എല്ലാവരും സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ട്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു പ്ലെയേഴ്സ് കൃത്യമായ സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ചെയ്ത് കളിക്കുന്നു എന്നുള്ളത് അവർക്ക് കൊടുക്കുന്നൊരു സംഗതി, അവർക്ക് കൊടുക്കുന്ന ഒരു എനർജി വല്ലാത്ത എനർജിയാണ്. പിന്നെ മാച്ച് സമനിലയിലേക്ക് പോകാൻ കാരണം കെല്ലഹറിൻ്റെ ആ ഒരു മിസ്റ്റേക്കാണ്. കെല്ലഹറിന് ആ ലാസ്റ്റ് ബോൾ കളക്ട് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ ആൾ കളക്ട് ചെയ്തില്ല, ആൾ ബോൾ ലീവ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഡാൻബേൺ ആണോ ഫാബിയൻ ഷാറാണോ, രണ്ടിലൊരാൾ വന്ന് ഗോളടിച്ചു. അപ്പം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അൺലക്കിയാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി. കാരണം അവർ ടേബിളിൽ ടോപ്പാണ് നിൽക്കുന്നത്. ആ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇനി സെക്കൻഡ് നിൽക്കുന്ന ആളുകളായിട്ടുള്ള ഒരു പോയിൻ്റ് ഡിഫറൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിനുള്ള ഒരു ക്രൂഷ്യൽ ചാൻസാണ് അവരിന്ന് മിസ് ചെയ്ത് കളഞ്ഞത്. അവിടെ സിറ്റി ജയിച്ചു, ആഴ്സണൽ ജയിച്ചു, അതേസമയം ലിവർപൂൾ സമനിലായി. 2 പോയിൻ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ പോയിൻ്റ് ഗ്യാപ്പ് 9 നിന്ന് 7 കുറഞ്ഞിട്ടുണ്ട്. സോ അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. എനിവേ ആ സെൻറ്റ് ജെയിംസ് പാർക്കിലെ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് ടെറിഫിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫാൻസിനെ ഫ്യൂൽ ചെയ്യുന്നൊരു സ്റ്റൈലൊക്കെ ഉണ്ട്, ബ്രൂണോ ഗുമറസ് ഒക്കെ, അതൊക്കെ കാണാൻ അടിപൊളിയാണ്. അതൊക്കെ ഇന്നലെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നലത്തെ മാച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിസപ്പോയിൻറ്റിംഗ് ആയുള്ള സംഗതിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വിജയം പോസിറ്റീവ് ആണെങ്കിലും പെർഫോമൻസ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെയും അവർക്ക് പോസിറ്റീവായിട്ടുള്ളത് ലിവർപൂൾ ഇപ്പുറത്ത് പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റയലിൻ്റെ മാച്ച്, റയൽ വേഴ്സസ് അത്ലറ്റിക്കോ ബിൽബാവോ, അതിൽ റയൽ പരാജയപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു മാച്ചിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഫുള്ള് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അവിടെ സ്കോർ ഓപ്പൺ ചെയ്യുന്നത് അത്ലറ്റിക്കോ ബിൽബാവോ ആണ്. ബിൽബാവോ ഒരുപാട് നല്ല അറ്റാക്സ് കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി നിക്കോൻ്റെ സൈഡിലൂടെയാണ് അവർക്ക് ഒരുപാട് അറ്റാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക,
അവിടെ ഈക്വലൈസ് ചെയ്യുന്നത് ആരാണ്? ജൂഡ് ബെല്ലിംഗ്ഹാമാണ്. എംബാപ്പേൻ്റെ ഷോട്ട് റീബൗണ്ടാണ് ജൂഡ് സ്കോർ ചെയ്തിട്ട് മാച്ച് ഈക്വലൈസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഇത് പോകുന്നുണ്ടല്ലോ, ആ ഒരു 2-1 ഗോൾ അവർ കൺസിഡർ ചെയ്യുന്നത് കുറച്ച് സർപ്രൈസിംഗ് ആണ്. കാരണം അവിടെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് ആരാണ്? ഫെഡെ വെൽവഡെയാണ്. വെൽവഡേൻ്റെ അടുത്ത് എപ്പോഴും ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് നമ്മൾ കാണാറില്ല. അദ്ദേഹം അവിടെ ഒരു ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് വരുത്തി, അത് അവന്മാർ പോയി ഗോളടിച്ചു. അങ്ങനെയാണ് 2-1 പരാജയപ്പെടുന്നത്. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ് റയൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഈ ഇൻഹാൻഡ് മാച്ചുകളൊക്കെ ജയിച്ചിട്ട് ടേബിളിൽ ടോപ്പിലേക്ക് എത്താമെന്ന് വിചാരിച്ചാണ്. അപ്പം കിട്ടിയ ഒരു അടിയായി പോയി ശരിക്കും ഇത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആണ്. കാരണം എന്താ പറയുക, ഇവന്മാർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു, റയൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. തൽക്കാലം നമുക്ക് ടേബിളിൽ ടോപ്പിലിരിക്കാം. എത്ര കാലം ഇരിക്കുമെന്ന് അറിയില്ല. തൽക്കാലം എന്തായാലും ഇപ്പോൾ അവിടെ സേഫായിട്ട് ഇരിക്കാം. ഒരു പോയിൻ്റ് ഗ്യാപ്പെങ്കിൽ ഒരു പോയിൻ്റ് ഗ്യാപ്പ്. ഓക്കെ. പിന്നെ നമ്മൾ ടോട്ടലി ഈ ഒരു ലാലിഗയിലെ ട്രോഫി റേസിലേക്ക് നോക്കുന്ന സമയത്ത് 10-14 മാച്ച് കഴിഞ്ഞപ്പം റയലും ബാഴ്സയും അത്ലറ്റിക്കോയും തമ്മിൽ ചെറിയ പോയിൻ്റ് ഗ്യാപ്പേ ഉള്ളൂ. ഇത് ഇതേപോലെ പോയി കഴിഞ്ഞാൽ അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് ട്രോഫി റേസ് കാണാൻ നല്ല രസമായിരിക്കും. ലാലിഗയിൽ ഒരു ത്രികോണ മത്സരമൊക്കെ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി. അത് കാണാൻ നമുക്കും ആഗ്രഹമുണ്ട്. കാണാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ്. ഓക്കെ. അപ്പം നമ്മൾ റയലിൻ്റെ മാച്ചിലേക്ക് കൂടുതൽ വരുന്ന സമയത്ത് എംബാപ്പെ ഒരു പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എംബാപ്പനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശം വീക്കാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത്. അപ്പം ആളെന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ഭയങ്കര മോശം വീക്കാണ്. പക്ഷേ ഇതാണ് എംബാപ്പെ ആരാണെന്ന് കാണിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എംബാപ്പെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എംബാപ്പെ അത് കാണിക്കില്ലേ എന്നൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.